സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. 24-ാമത്തെ ശീർഷകമായ ദേഹം 3 പ്രകാരം ആണ് നമുക്കിന്ന് വായിക്കേണ്ടത്. സ്ഥൂല ശരീരം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതല്ലാതെ മറ്റ് 2 ശരീരങ്ങൾ കൂടെയുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, സകല ജീവരാശികൾ. ഇങ്ങനെ ശരീരത്രയങ്ങളോടുകൂടി ജീവിക്കുന്നു ഓരോ ജീവനും. മായയാല വിദ്യയിൽ ഈശ്വര ചൈതന്യേന കായവും 3 ജീവാത്മാക്കൾക്കു ബാലേ. കാരണം സൂക്ഷ്മം സ്ഥൂലം പേരുകളവറ്റിനു. കാരണം വിചാരിച്ചാൽ മായോപാധികളത്രേ. മായയാൽ അവിദ്യയിൽ ഈശ്വര ചൈതന്യേന, മായ കാരണമായിട്ട് അവിദ്യ എന്ന ഉപാധിയിൽ, ജീവന്റെ ഉപാധിയാണ് അവിദ്യ, ആ അവിദ്യോപാധിയിൽ ഈശ്വര ചൈതന്യം പ്രതിഫലിച്ചിട്ട്, ഈശ്വര ചൈതന്യം ഇല്ലെങ്കിൽ ഈ അവിദ്യ ജീവനെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. ഈശ്വര ചൈതന്യമാണല്ലോ പ്രതിഫലിക്കുന്നത്. പ്രതിഫലിക്കാൻ അല്ലെങ്കിൽ പ്രതിബിംബിക്കാൻ ഒരു മൂലവസ്തു ഇല്ലെങ്കിൽ പ്രതിഫലനം തന്നെ സാധ്യമാവുകയില്ല. അപ്പോ കേവലം ഉപാധി ഉള്ളത് കൊണ്ട് മാത്രം പ്രതിബിംബം ഉണ്ടാവുകയില്ല. പ്രതിബിംബിക്കാൻ, പ്രതിഫലിക്കാൻ ഒന്ന് വേണം. ആ പ്രതിഫലിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. ആ ഈശ്വര ചൈതന്യം അനേകം അവിദ്യോപാധികളിൽ പ്രതിഫലിക്കുമ്പോൾ 3 കായങ്ങൾ ഉണ്ടാവുന്നു. കായം ശരീരം, കായവും 3 ജീവാത്മാക്കൾക്ക് ബാലേ. അപ്പൊ മായയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവിദ്യയിലാണ് ഈശ്വര ചൈതന്യം പ്രതിഫലിക്കുന്നത്. പക്ഷേ ഈ ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെ സത്വമായയിൽ പ്രതിഫലിക്കുന്ന പ്രതിബിംബമാണ്. നിർഗുണമായ ബ്രഹ്മം ഒന്നുമായും ബന്ധപ്പെടാതെ ഇരിക്കുന്നു. അതിന് ഉപാധികളുമായിട്ടോ ജീവനുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. സ്വതന്ത്രമായ വസ്തു, സദ്വസ്തു, അതാണ് ബ്രഹ്മം. ഈ ഉപാധികളെ ആശ്രയിച്ചാണ് ഈശ്വരൻ, ജീവൻ മുതലായ പേരുകളൊക്കെ പറയുന്നത്. എന്തായാലും മായ കാരണമായിട്ട്, മായയും അവിദ്യയും സമഷ്ടി, വ്യഷ്ടി എന്നീ തലങ്ങളെ ആശ്രയിച്ച് പറയുന്ന പേരാണ്. അടിസ്ഥാനപരമായി 2 1 തന്നെയാണ്. അങ്ങനെ ഈശ്വര ചൈതന്യം പ്രതിഫലിച്ച് 3 ശരീരങ്ങൾ ജീവാത്മാക്കൾക്ക് ഉണ്ടാകുന്നു. അല്ലയോ ബാലികേ. കാരണം സൂക്ഷ്മം സ്ഥൂലം പേരുകൾ അവറ്റിന്. ആ 3 ശരീരങ്ങളുടെ പേരുകൾ ഏതൊക്കെ? കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. ഈ ക്രമത്തിലാണ് ഇവ രൂപപ്പെടുന്നത്. ആദ്യം സ്ഥൂല ശരീരം, പിന്നെ സൂക്ഷ്മം, പിന്നെ കാരണമല്ല. ആദ്യം രൂപപ്പെട്ടത് കാരണ ശരീരമാണ്. എല്ലാറ്റിൻ്റെയും മൂലകാരണമായതുകൊണ്ടാണ് അതിന് കാരണശരീരം എന്ന പേര് തന്നെ നൽകപ്പെട്ടത്. ആ കാരണ ശരീരത്തിൽ നിന്ന് യഥാക്രമം ക്രമേണ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉണ്ടായി. ഈ സ്ഥൂല ശരീരമാണ് നമുക്ക് പുറമേ കാണാൻ കഴിയുന്ന നമ്മുടെ ദേഹം. മജ്ജ, അസ്ഥി, മാംസം, രക്തം ഇവകളാൽ നിർമ്മിതമായതും മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും അവസാനം ശ്മശാനത്തിൽ വെന്തു വെണ്ണീറാകുന്നതും ഈ സ്ഥൂല ശരീരമാണ്. സൂക്ഷ്മത്തിനും കാരണത്തിനും നാശമില്ല. അത് ഒരു തരത്തിലും നശിക്കുകയില്ല. സൂക്ഷ്മം നശിക്കണമെങ്കിൽ കാരണശരീരം നശിക്കണം. കാരണം കാരണശരീരം ഉള്ളത് കൊണ്ടാണ് സൂക്ഷ്മ ശരീരത്തിന്റെ തോന്നൽ ഉണ്ടാകുന്നത്. സൂക്ഷ്മ ശരീരത്തിലാണ് സ്ഥൂല ശരീരം പ്രതിഫലിക്കുന്നത്. മനസ്സാണല്ലോ ശരീരത്തെ ഉണ്ടെന്ന് രേഖപ്പെടുത്തുന്നത്. ഈ സൂക്ഷ്മ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഘടകം മനസ്സാണ്, അല്ലെങ്കിൽ അന്ധഃകരണമാണ്. മനസ്സില്ലാത്ത അവസ്ഥകളിൽ സ്ഥൂല ശരീര അനുഭവം ഉണ്ടാവുകയില്ല. ഈ സൂക്ഷ്മ ശരീരത്തിൽ 17 തത്വങ്ങളുണ്ട്. അവ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. എന്തായാലും ഇപ്പൊ 3 ശരീരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചർച്ചയ്ക്കായി, മനസ്സിലാക്കാനായി. കാരണം സൂക്ഷ്മം സ്ഥൂലം, പേരുകൾ അവറ്റിന്. ഇതാണ് ആ 3 ശരീരങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പേരുകൾ. കാരണം വിചാരിച്ചാൽ മായോപാധികൾ അത്രേ. ഈ 3 ശരീരത്തിനും എന്താണ് കാരണം? ഇവ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇവ മായയുടെ ഉപാധികളാണ്. മായ കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നവയാണ് ഈ 3 ശരീരങ്ങൾ.
കാരണമായാലും സൂക്ഷ്മമായാലും സ്ഥൂലമായാലും മായ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. വാസ്തവത്തിൽ 3 ശരീരവും മിഥ്യയാണ്, ഉള്ളത് ബ്രഹ്മം മാത്രം. ഇനി എന്ത് പറയുന്നു? മായയാമവിദ്യയാകുന്നു കാരണദേഹം, ആയതിൽ സുഷുപ്തിയാം അവസ്ഥയതുമുണ്ടായി, സ്ഥായിയോടവസ്ഥയിൽ ആനന്ദമയ കോശം, ആയതുമുണ്ടാമജ്ഞാനാന്ധകാരമീതെല്ലാം. മായയാം അവിദ്യയാകുന്നു കാരണദേഹം. ഇനി എന്താണ് ഈ കാരണദേഹം എന്ന് ചോദിച്ചാൽ, അവിദ്യയുടെ തന്നെ വേറൊരു പേര്, സത്യത്തെ അറിയാതിരിക്കുന്ന ഒരു അന്ധകാരം പോലെയുള്ള അവസ്ഥ. അതിന് ഒരു ശരീരമായി ശാസ്ത്രങ്ങൾ വിവരിക്കുന്നു. ഒന്നും അറിയാത്ത അവസ്ഥ, അതാണ് കാരണശരീരം അല്ലെങ്കിൽ അജ്ഞാനം. ഈ കാരണശരീരത്തിൽ അഥവാ അജ്ഞാനത്തിൽ ജീവൻ സ്ഥിതി ചെയ്യുമ്പോഴാണ് സുഷുപ്തി എന്ന അവസ്ഥ അനുഭവപ്പെടുന്നത്. മായയാം അവിദ്യയാകുന്നു. മായ എന്നോ അവിദ്യ എന്നോ പറയാം. മായ തന്നെയാണ് അവിദ്യയുടെ രൂപത്തിൽ വ്യഷ്ടി ഉപാധികളായി തീരുന്നത്, ജീവന്മാരുടെ ഉപാധികളായി മാറുന്നത്. അതുകൊണ്ട് മായയാം അവിദ്യയാകുന്നു കാരണദേഹം. മായയാകുന്ന അവിദ്യ തന്നെയാണ് കാരണശരീരം. ആയതിൽ സുഷുപ്തിയാം അവസ്ഥയും അതുമുണ്ടായി. ഈ കാരണശരീരത്തിൽ ജീവൻ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് സുഷുപ്തി അല്ലെങ്കിൽ ഗാഠനിദ്ര. സ്ഥായിയോടവസ്ഥയിൽ ആനന്ദമയകോശമായതും, ഈ സുഷുപ്തി അവസ്ഥയിൽ ജീവൻ കാരണശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ കാരണശരീരത്തിന് വേറൊരു പേര് കൂടെ ഉണ്ട്. അതാണ് ആനന്ദമയ കോശം. കാരണം ഈ സുഷുപ്തിയിൽ ജീവൻ കഴിയുമ്പോഴാണല്ലോ പരമമായ സുഖം അനുഭവപ്പെടുന്നത്. നമ്മൾ ഏറ്റവും വലിയ സുഖം അനുഭവിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ സുഖനിദ്രയിൽ എന്ന് പറഞ്ഞാൽ സ്വപ്നം പോലും ഇല്ലാത്ത ഗാഠനിദ്രയിലാണ് ഓരോ ജീവിയും പരമമായ സുഖം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല ഉറക്കത്തില് തട്ടി ഉണർത്തിയാൽ അങ്ങേയറ്റത്തെ ദേഷ്യം വരുന്നത്. ചിലപ്പോ കത്തിയെടുത്ത് പള്ളക്ക് കയറ്റിക്കളയും മനുഷ്യൻ. കാരണം സുഖത്തിന് ഭംഗം വരുന്നു. ചിലർക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത് ഒട്ടും ഇഷ്ടമല്ല, വല്ലാത്ത ശുണ്ടിയെടുക്കും ആ കൂട്ടർ. അപ്പോ സ്ഥായിയോടവസ്ഥയിൽ ആനന്ദമയ കോശം ആയതും ഉണ്ട്. കോശങ്ങളുടെ കണക്ക് പറയുമ്പോ 5ആണ്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. ശരീരങ്ങളുടെ കണക്കെടുക്കുമ്പോ 3ആണ്. കാരണശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. അപ്പൊ ഈ 3നെയും 5നെയും എങ്ങനെ താരതമ്യം ചെയ്യും എന്ന് ചോദിച്ചാൽ കാരണശരീരമാണ് ആനന്ദമയ കോശം, വ്യത്യാസമൊന്നുമില്ല. ആ കാരണമയ കോശം എന്ന് പറയുന്നത് അജ്ഞാനം, അവിദ്യ തന്നെയാണ്, ആത്മാവിനെ അറിയാതിരിക്കുന്ന അവസ്ഥ. അത് തന്നെയാണ് മറ്റ് 2 ശരീരങ്ങൾക്കും അതുപോലെ മറ്റ് 4 കോശങ്ങൾക്കും കാരണമായി തീരുന്നത്. അപ്പോ കാരണശരീരം തന്നെയാണ് ആനന്ദമയ കോശം. ഇനി സൂക്ഷ്മ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ട്? 3 കോശങ്ങൾ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. വിജ്ഞാനമയം, മനോമയം, പ്രാണമയം. ഇങ്ങനെ 3 കോശങ്ങൾ ചേർന്നത് സൂക്ഷ്മ ശരീരം. ഇനി സ്ഥൂല ശരീരം എന്ന് പറയുന്നത് അന്നമയ കോശവുമാണ്. ഇപ്പൊ എങ്ങനെയായി? അന്നമയ കോശം സ്ഥൂല ശരീരം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം ഈ 3 കോശങ്ങൾ ചേർന്നത് സൂക്ഷ്മ ശരീരം, ആനന്ദമയ കോശം തന്നെയാണ് കാരണശരീരം. ഇങ്ങനെ കോശങ്ങളും ദേഹങ്ങളും ബന്ധപ്പെട്ടു കിടക്കുന്നു. സ്ഥായിയോടവസ്ഥയിൽ ആനന്ദമയ കോശം ആയതുമുണ്ടാം, അജ്ഞാനാന്ധകാരം ഇതെല്ലാം. ഈ 3ഉം, അത് കാരണശരീരമാകട്ടെ, സൂക്ഷ്മ ശരീരമാകട്ടെ, സ്ഥൂല ശരീരമാകട്ടെ, ഇതെല്ലാം അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് ഉണ്ടായതാണ്. എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നതാണ്. ആത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ ഈ 3 ശരീരങ്ങളും കള്ളമാണ്, മിഥ്യയാണ് എന്ന് സ്വയം ഓരോ ജീവനും ബോധ്യപ്പെടും. സാരം വായിക്കാം. മായാവലയമാകുന്ന അവിദ്യയിൽപ്പെട്ടതിനാൽ ഈശ്വര ചൈതന്യം കാരണമായി ജീവാത്മാക്കൾക്ക് ശരീരം 3 ഉണ്ടായി. ഈ 3 ശരീരങ്ങളെയും ജീവനു വേണ്ടി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉള്ളതുപോലെ തോന്നിക്കുന്നത് ഈശ്വരനാണ്.
സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നിവയാണ് 3 ശരീരങ്ങൾ. ഇപ്രകാരം തോന്നുന്നത് മായ കൊണ്ടാണെന്നും അറിഞ്ഞുകൊള്ളുക. ദേഹം മായയാകുന്ന അവിദ്യയിൽ അധിഷ്ഠിതമാണ്. ആത്മജ്ഞാനമില്ലാത്തവരാണ് ശരീരങ്ങൾക്ക് സത്യത്വം കൽപ്പിക്കുന്നത്. ആത്മാവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ദേഹം മിഥ്യയാണ് എന്ന് സൂര്യതുല്യം തെളിയും. യാതൊരു അവ്യക്തതയും ആ കാര്യത്തിൽ ഉണ്ടാവുകയില്ല. ഇതൊക്കെ വ്യക്തമായ അനുഭവമാണ്. അവ്യക്തമായ ഉറക്കത്തിലെന്ന പോലെയുള്ള ഒരു അനുഭവമല്ല ഈ ദേഹങ്ങളുടെ മിഥ്യാത്വം എന്ന് പറയുന്നത്. ആത്മാവിനെ സാക്ഷാത്കരിച്ച ഒരു ബ്രഹ്മനിഷ്ഠന് അല്ലെങ്കിൽ ആത്മജ്ഞാനിക്ക് ശരീരങ്ങൾ അങ്ങേയറ്റം ഇല്ലാത്തതാണ് എന്ന് ബോധ്യപ്പെടും. അങ്ങനെയുള്ള ഒരു വ്യക്തി മരണത്തെ എങ്ങനെ ഭയപ്പെടും? എന്തിനു ഭയപ്പെടണം? നിസ്സാരഹീതി നിശ്ചയ. ഇല്ല. ബാലകൃഷ്ണ സാർ അത് പറയുമ്പോ ഉറപ്പിച്ചു പറയും, ഞാൻ ഇല്ല, ഈ ശരീരം, ഈ പ്രപഞ്ചം ഇല്ല. ആ ഇല്ല എന്നുള്ളതിന് ഒരു 4-5 ടൺ ഭാരം കാണും. അത്രയും വെയിറ്റ് കൊടുത്ത് ഒരുപക്ഷെ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ആ അനുഭവം നേടിയിട്ടില്ലല്ലോ. ആ അനുഭവത്തിന്റെ ഭാരമാണ് ആ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നത്. അപ്പൊ ആത്മനിഷ്ഠന്റെ വാക്കിന് വല്ലാത്ത ശക്തിയാണുള്ളത്. അത് കേൾക്കുന്നവരുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കും. കുലുക്കി 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 ആ ഹൃദയത്തിൽ പറ്റിച്ചേർന്നിരിക്കുന്ന അജ്ഞാനത്തെ താഴെ വീഴ്ത്തും. ഇതാണ് നമുക്ക് മനസ്സിലാവാത്തതും എന്നാൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ദേഹം മായയാകുന്ന അവിദ്യയിൽ അധിഷ്ഠിതമാണ്. ആ മായയിൽ നിന്നും സുഷുപ്തി എന്നൊരവസ്ഥയും ഉണ്ടായി. അപ്രകാരം അവിദ്യയിലും സുഷുപ്തിയിലും അവ്യക്തമായി സ്ഥിതി ചെയ്യുന്ന കാരണദേഹത്തിൽ തന്നെ ആനന്ദമയ കോശവും സ്ഥിതി ചെയ്യുന്നു. കാരണദേഹത്തിൽ ആനന്ദമയ കോശം സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കാരണദേഹം തന്നെയാണ് ആനന്ദമയ കോശം എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ അത് സുഷുപ്തിയിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. സുഷുപ്തിയിൽ ഞാൻ എവിടെ എങ്ങനെ സ്ഥിതി ചെയ്തിരുന്നു? അവിദ്യയിൽ ലയിച്ചു കിടന്നു, അല്ലെങ്കിൽ കാരണ ശരീരത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അറിയുന്നില്ല? നമ്മൾ അജ്ഞാനാന്ധകാരത്തിൽ കഴിയുന്നതിനാൽ അവ അറിയുന്നുമില്ല. താൻ ആനന്ദമയ കോശത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്, കാരണശരീരത്തിലാണ് താൻ കഴിഞ്ഞിരുന്നത് എന്നുള്ളത് അജ്ഞാനം ഹേതുവായി, അവിദ്യ കാരണമായി നാം അറിയാതെ ഇരിക്കുന്നു. എത്ര ദിവസം സുഷുപ്തിയിൽ പ്രവേശിച്ചാലും ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടാത്തതിന് കാരണം ഒരു മറയുണ്ട്. ആനന്ദമയ കോശത്തിന്റെ മറ, സുഖാനുഭവമുണ്ട്. അതോടൊപ്പം അവിദ്യയുടെ ഒരു കരിമ്പടം ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെ മറച്ചു കളയുന്നു. ശരി, കാരണദേഹമുണ്ടായി വന്നതിങ്ങനെയതു കാരണം പിന്നെ സൂക്ഷ്മദേഹവും ഉണ്ടായി വന്നു. ഈശ്വരനുടെയൊരു വീക്ഷണം തന്നാലതി രൂക്ഷമാം തമോ ഗുണം രണ്ടായി തിരിഞ്ഞത് വിക്ഷേപവരണശക്തികളെന്നതിൽ പിമ്പ് വിക്ഷേപശക്തി സൂക്ഷ്മ കാരിണിയാകുന്നതു വിക്ഷേപശക്തിയിൽ നിന്നുണ്ടായതാകാശവും തക്ഷണം അതിൽ നിന്നു വായുവും ഉണ്ടായി വന്നു. കാരണദേഹമുണ്ടായി വന്നതിങ്ങനെ. കാരണദേഹം എങ്ങനെ ഉണ്ടായി വന്നു? ആരും ഉണ്ടാക്കിയതല്ല, വെറുതെ ഉണ്ടെന്നു തോന്നി. അവിദ്യയാൽ ആത്മതത്വം മറയ്ക്കപ്പെട്ടതുപോലെ തോന്നിയപ്പോൾ, എന്റെ വാക്കുകൾ ദയവായി ശ്രദ്ധിക്കുക, അവിദ്യ ആത്മാവിനെ, ബ്രഹ്മത്തെ ഒരിക്കലും മറയ്ക്കുകയില്ല. എന്നാൽ മറച്ചതുപോലെ തോന്നുന്നതിന് വിരോധമില്ല. അങ്ങനെ അവിദ്യയാകുന്ന ഉപാധി തന്റെ സ്വരൂപത്തെ അല്ലെങ്കിൽ ആത്മതത്വത്തെ മറച്ചതുപോലെ കാണപ്പെടുമ്പോൾ കാരണശരീരം ഉണ്ട് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കാരണശരീരം ഉണ്ടാകുന്നു. കാരണദേഹം ഉണ്ടായി വന്നത് ഇങ്ങനെ, അത് കാരണം പിന്നെ സൂക്ഷ്മദേഹവും ഉണ്ടായി വന്നു. ഈ കാരണശരീരം ഹേതുവായി സൂക്ഷ്മശരീരം ഉണ്ടായി. ഈശ്വരനുടെ ഒരു വീക്ഷണം തന്നാൽ, ഈശ്വരന്റെ സങ്കല്പം നിമിത്തം, ഈശ്വരന്റെ ഒരു നോട്ടം കൊണ്ട്, ഈശ്വരന്റെ സങ്കല്പശക്തി കൊണ്ട് അതിരൂക്ഷമാം തമോ ഗുണം രണ്ടായി തിരിഞ്ഞത്. അതിരൂക്ഷം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരം, ഗംഭീരന്മാരെ പോലും വട്ടം ചുറ്റിക്കുന്ന ഈ തമോ ഗുണം
ഈശ്വരന്റെ സങ്കല്പ ശക്തി കൊണ്ട് രണ്ടായി പിളർന്നു, അല്ലെങ്കിൽ രണ്ടായി പിരിഞ്ഞു. തമോ ഗുണം രണ്ടായി പിരിഞ്ഞു. തമോ ഗുണമാണല്ലോ അവിദ്യ, അത് തന്നെയാണല്ലോ കാരണശരീരം. അത് രണ്ടായി പിരിഞ്ഞു. ആ രണ്ട് ഭാഗങ്ങളുടെ പേരെന്താണ്? വിക്ഷേപ ആവരണ ശക്തികൾ. വിക്ഷേപശക്തിയും ആവരണശക്തി. അതിൽ പിമ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞത്, അതായത് ആവരണശക്തി. വിക്ഷേപശക്തി സൂക്ഷ്മകാരിണിയാകുന്നത്. വിക്ഷേപ ആവരണശക്തികൾ എന്നതിൽ പിമ്പ് വിക്ഷേപശക്തി സൂക്ഷ്മകാരിണിയാകുന്നത്. ആദ്യം ആവരണശക്തിയാണ് ഉണ്ടായത്, പിന്നീടാണ് വിക്ഷേപശക്തി ഉണ്ടായത്. അതുകൊണ്ട് പിമ്പ് എന്ന് പറഞ്ഞാൽ വിക്ഷേപശക്തി ആവരണശക്തി എന്നുള്ളതിൽ രണ്ടാമത്തേത് എന്നല്ല. ആദ്യം ആവരണശക്തിയാണ്. സത്യത്തെ മറച്ചുകൊണ്ടാണ് ഈ അവിദ്യ ഉദിക്കുന്നത്. അങ്ങനെ ആവരണശക്തി കൊണ്ട് സത്യം മറയ്ക്കപ്പെട്ടപ്പോൾ ഇല്ലാത്തത് പലതും ഉള്ളതുപോലെ തോന്നി. അതാണ് വിക്ഷേപശക്തി. ഈ വിക്ഷേപശക്തിയെ രജോ ഗുണത്തിന്റെ പ്രകടനമായിട്ടാണ് സാധാരണ ശാസ്ത്രങ്ങൾ വിവരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. തമോ ഗുണമാണ് രണ്ടായി പിരിഞ്ഞത് എന്ന് പറയും. ആ തമോ ഗുണത്തിൽ തമസിൻ്റെതായ ശക്തി എന്ന് പറയുന്നത് ആവരണ ശക്തിയാണ്. മറച്ചു കളയും, ഉള്ളതിനെ അറിയാൻ പറ്റാതാക്കി തീർക്കും. അതാണ് ആവരണശക്തി. അങ്ങനെ സത്യം മറയ്ക്കപ്പെട്ടതുപോലെ തോന്നിയാൽ ഇല്ലാത്ത ശരീരവും പ്രപഞ്ചവും എല്ലാം ഉള്ളതുപോലെ തോന്നും. കയറിനെ സർപ്പമാണെന്ന് ഭ്രമിക്കുന്ന സ്ഥലത്ത് ആദ്യം കയറ് എന്ന സത്യം അല്ലെങ്കിൽ ആ അംശം മറയ്ക്കപ്പെടണം, എന്നാലേ അത് സർപ്പമായി തെറ്റിദ്ധരിക്കപ്പെടുകയുള്ളൂ. ഇങ്ങനെ ആവരണശക്തി ആദ്യവും വിക്ഷേപശക്തി പിന്നീടുമാണ്. പക്ഷെ ഇത് രണ്ടിനെയും തമോ ഗുണത്തിന്റെ രണ്ട് പിരിവുകളായിട്ടാണ് പറയുന്നത്. വാസ്തവത്തിൽ ആവരണശക്തി തമോ ഗുണവും വിക്ഷേപശക്തി രജോ ഗുണവുമാണ്. വിക്ഷേപശക്തി സൂക്ഷ്മകാരിണിയാകുന്നു. വിക്ഷേപശക്തിയാണ് സൂക്ഷ്മ ശരീരത്തിന്റെ നിർമ്മാണത്തിന് കാരണം. അതായത് സത്യത്തെ മറയ്ക്കുന്നതോടുകൂടെ കാരണശരീരം അല്ലെങ്കിൽ അവിദ്യ, അജ്ഞാനം നിലവിൽ വരുന്നു. അടുത്തത് ഈ തമസിന്റെ തന്നെ മറ്റൊരു പ്രകടനം. അത് തന്നെയാണ് രജോ ഗുണം എന്ന് പറയുന്നത്. ആ രജോ ഗുണം സൂക്ഷ്മ ശരീരത്തെ ഉള്ളതുപോലെ തോന്നിക്കുന്നു. വിക്ഷേപശക്തി സൂക്ഷ്മകാരിണിയാകുന്നത്. വിക്ഷേപശക്തിയിൽ നിന്നുണ്ടായത് ആകാശവും തത്ക്ഷണം അതിൽ നിന്നു വായുവും ഉണ്ടായി വന്നു. വിക്ഷേപശക്തി അത് സൂക്ഷ്മകാരിണിയാണ് എന്ന് പറഞ്ഞു. അതായത് സൂക്ഷ്മ ശരീരത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. സൂക്ഷ്മ ശരീരം എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ സൂക്ഷ്മഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെടുന്നതാണ്. സൂക്ഷ്മഭൂതങ്ങൾക്ക് വേദാന്ത ശാസ്ത്രത്തിൽ വേറൊരു പേര് പറയും, തന്മാത്രകൾ. ആ തന്മാത്രകൾ പരസ്പരം കൂടിക്കലർന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന സ്ഥൂലമായ പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും സൂക്ഷ്മ ശരീര സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്മാത്രാ സൃഷ്ടിയെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഈ തന്മാത്ര എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പഞ്ചഭൂതങ്ങളുടെയും സൂക്ഷ്മഭാവങ്ങൾ. അപ്പൊ അതെവിടെ നിന്ന് തുടങ്ങും? ആകാശം, പിന്നെ വായു, ജലം, ഭൂമി. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇങ്ങനെയാണ്. വിക്ഷേപശക്തിയിൽ നിന്നുണ്ടായത് ആകാശവും, അതിസൂക്ഷ്മമായ ആകാശം. അത് തന്മാത്രയാണ്, ആകാശ തന്മാത്രയാണ്. നമ്മൾ ഈ കാണുന്ന ആകാശമല്ല. ഇത് തന്മാത്രകൾ കൂടി കലർന്നതിന് ശേഷമുള്ള ആകാശമാണ്. ഇത് തന്നെ അത്യന്തം സൂക്ഷ്മമാണ്. അപ്പോ തന്മാത്രയുടെ തലത്തിലുള്ള ആകാശം അതൊന്നും നമുക്ക് ഭാവന പോലും ചെയ്യാൻ പറ്റില്ല. ശാസ്ത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. നമുക്കത് അംഗീകരിക്കാനേ നിവൃത്തിയുള്ളൂ. വിക്ഷേപശക്തിയിൽ നിന്നുണ്ടായത് ആകാശവും തത്ക്ഷണം അതിൽ നിന്ന് വായുവും ഉണ്ടായി വന്നു. ആദ്യം ആകാശ തന്മാത്രയുണ്ടായി, അല്ലെങ്കിൽ സൂക്ഷ്മാകാശമുണ്ടായി. അതിൽ നിന്ന് സൂക്ഷ്മവായു അല്ലെങ്കിൽ വായു തന്മാത്ര ക്ഷണനേരം കൊണ്ടുണ്ടായി. സമയമൊന്നുമില്ല, ഇടവേളയൊന്നുമില്ല. പെട്ടെന്ന് പൊടുന്നനെ സംഭവിക്കുന്നതാണ് ഈ സൂക്ഷ്മ സൃഷ്ടി. നമ്മുടെ സ്വപ്നത്തിൽ പല ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ടല്ലോ. അതൊക്കെ ഓരോന്നായി ക്രമമായി പടിപ്പടിയായിട്ട് ഉള്ളതായി തീരുന്നതാണോ, അല്ലെങ്കിൽ ഒരു സ്വപ്നലോകം പെട്ടെന്ന് ഉള്ളിൽ പൊട്ടി വിരിയുന്നതോ പൊടുന്നനവേ ഉണ്ടാകുന്നതോ? ഇതുപോലെ ഈ സൂക്ഷ്മ
തന്മാത്രകളുടെ സൃഷ്ടിയും പെട്ടെന്ന് സ്പ്ലിറ്റ് സെക്കൻഡിൽ സംഭവിക്കുന്നതാണ്. ജഗദീശ്വരന് ഈ തന്മാത്രാ സൃഷ്ടിക്ക് വലിയ സമയമൊന്നും ആവശ്യമില്ല. സങ്കല്പം കൊണ്ട് അദ്ദേഹം സൂക്ഷ്മ തന്മാത്രകളെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ആകാശമുണ്ടായി, അതിൽ നിന്ന് ആകാശം എന്ന് പറഞ്ഞാൽ ആകാശ തന്മാത്ര, സൂക്ഷ്മ ആകാശം എന്നർത്ഥം. അതിൽ നിന്ന് വായുവും ഉണ്ടായി വന്നു, അതിൽ നിന്ന് സൂക്ഷ്മമായ വായു ഉണ്ടായി. ഇത്രയും ഭാഗത്തിന്റെ സാരം വായിക്കാം. മേൽ പ്രസ്താവിച്ച പ്രകാരം കാരണദേഹം മൂന്നായി വന്നു എന്ന് പറഞ്ഞാൽ മൂന്നായി പിരിഞ്ഞു. കാരണം, സൂക്ഷ്മം, സ്ഥൂലം. തുടർന്ന് സൂക്ഷ്മദേഹം ഉണ്ടായി എന്നും അറിയുക. കാരണ ശരീരത്തിൽ നിന്നുണ്ടായതാണ് മറ്റ് രണ്ട് ശരീരങ്ങളും. അപ്പൊ ആദ്യം കാരണ ശരീരം, അതിൽ നിന്ന് സൂക്ഷ്മ ശരീരം. ഈശ്വരന്റെ വീക്ഷണത്താൽ അല്ലെങ്കിൽ കടാക്ഷത്താൽ, അദ്ദേഹത്തിന്റെ സങ്കല്പശക്തിയാൽ തീക്ഷ്ണമായ തമോ ഗുണം രണ്ടായി പിരിഞ്ഞു. വിക്ഷേപമെന്നും ആവരണമെന്നും രണ്ട് പേരുകളുള്ള ശക്തിയാണ് അവ. അതിൽ വിക്ഷേപശക്തി സൂക്ഷ്മകാരിണിയാണ്. സൂക്ഷ്മ സൃഷ്ടി നടത്താൻ കഴിവുള്ളവളാണ് ഈ വിക്ഷേപശക്തി. ഇത് ആവരണ ശക്തിയുടെ തന്നെ ഒരു പിരിവാണ്. ഈ ശക്തിയാണ് പരമാത്മാവിനെ മറയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ വിക്ഷേപശക്തിയല്ല. ആദ്യമുണ്ടായത് ആവരണ ശക്തിയാണ്, അത് തന്നെയാണ് വിക്ഷേപശക്തിയായി മാറുന്നതും. അപ്പോ പരമാത്മാവിനെ ആദ്യം മറയ്ക്കുകയും പിന്നീട് ഇല്ലാത്ത ശരീരങ്ങളെ ഉള്ളതുപോലെ തോന്നിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം വർത്തിക്കുന്ന വിക്ഷേപശക്തിയിൽ നിന്നും ആകാശമുണ്ടായി. തുടർന്ന് ആകാശത്തിൽ നിന്ന് വായുവും ഉണ്ടായി. ഇനി ക്രമേണ മറ്റ് മൂന്ന് ഭൂതങ്ങളുടെ സൃഷ്ടിയെയും വിവരിക്കുന്നു. അഗ്നിയും അതിൽ നിന്നുണ്ടായി, അഗ്നിയിൽ നിന്ന് ടപ്പുമുണ്ടായി, ഇതിൽ നിന്നുണ്ടായി പൃഥിവിയും പഞ്ചഭൂതങ്ങളുണ്ടായി. ഇങ്ങനെ ഇതിനു വേർ പഞ്ചതന്മാത്ര എന്നും അപഞ്ചീകൃതമെന്നും സൂക്ഷ്മഭൂതമെന്നതും കാരണഭൂതമെന്നും സൂക്ഷ്മമായുണ്ടാകയാൽ ചൊല്ലുന്നു പലതരം. ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളുടെ ഗുണ സഞ്ചയം കൊണ്ടു സൂക്ഷ്മ ദേഹവും ഉണ്ടായി വന്നു. ആദ്യം ആകാശം, അതിൽ നിന്ന് വായു. തന്മാത്രാ സൃഷ്ടിയാണ് പറയുന്നത്. നമ്മളിപ്പോ കാണുന്ന ഈ സ്ഥൂലഭൂതങ്ങളെ അല്ല ഇവിടെ പറയുന്നത്. സൂക്ഷ്മ സൃഷ്ടിയാണ്, അതായത് തന്മാത്രാ സൃഷ്ടിയാണ്. അപ്പൊ വായു ഉണ്ടായി, അഗ്നിയും അതിൽ നിന്നുണ്ടായി. വായുവിൽ നിന്നുണ്ടായ ഭൂതമാണ് അഗ്നി. അഗ്നിയിൽ നിന്ന് ടപ്പും ഉണ്ടായി. അപ്പ എന്ന് പറഞ്ഞാൽ ജലം എന്നർത്ഥം, സംസ്കൃതത്തിലാണ് അപ്പ്, ജലം. അപ്പിൽ നിന്ന് ജനിക്കുന്നതായതുകൊണ്ടാണ് താമരയ്ക്ക് അബ്ജം എന്ന പേര് സിദ്ധിച്ചത്. അപ്പോ അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി, അതിൽ നിന്നുണ്ടായി പൃഥിവിയും, ജലത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടായി. പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. അങ്ങനെ ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. 5 ഭൂതങ്ങൾ. ഇതിന് പേർ, ഈ ആദ്യമുണ്ടായ തന്മാത്രകൾ അല്ലെങ്കിൽ സൂക്ഷ്മഭൂതങ്ങൾ, അതിന് പല പേരുകൾ ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. പഞ്ചതന്മാത്രയെന്നും അപഞ്ചീകൃത ഭൂതങ്ങൾ. അപഞ്ചീകൃതം എന്ന് പറഞ്ഞാൽ അപഞ്ചീകൃത ഭൂതങ്ങൾ. പഞ്ചീകരണം അതൊരു കൂടിച്ചേരലാണ്, ശാസ്ത്രങ്ങൾ വിവരിക്കുന്നുണ്ട്. ഈ ഉണ്ടായ 5 തന്മാത്രകളും പരസ്പരം കൂടിക്കലർന്നുണ്ടായതാണ് നമ്മളിപ്പോ ഈ ബാഹ്യലോകത്തിൽ കാണുന്ന 5 സ്ഥൂലഭൂതങ്ങൾ. അതിനു മുമ്പുള്ള ഭൂതങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവയ്ക്ക് പല പേരുണ്ട്. ഒന്ന് പഞ്ചതന്മാത്ര എന്നും അപഞ്ചീകൃതമെന്നും, അതായത് പഞ്ചീകരണത്തിന് മുമ്പുള്ള ഭൂതങ്ങൾ അഥവാ സൂക്ഷ്മഭൂതങ്ങൾ അല്ലെങ്കിൽ തന്മാത്രകൾ. മലയാളം നമ്മൾ രസതന്ത്രത്തിൽ പഠിക്കുന്ന മോളിക്യൂൾ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ തന്മാത്ര എന്ന് പറയുന്നത്. അതിസൂക്ഷ്മമായ ഭൂതങ്ങളുടെ ആദിമ രൂപം, അതാണ് തന്മാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ പഞ്ചതന്മാത്ര എന്ന് പേര്, അപഞ്ചീകൃത ഭൂതങ്ങൾ എന്ന് പേര്, സൂക്ഷ്മഭൂതം എന്നതും സൂക്ഷ്മഭൂതങ്ങൾ എന്നും പേരുണ്ട്. കാരണഭൂതമെന്നും. കാരണഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥൂലഭൂതങ്ങൾക്ക് കാരണമായതുകൊണ്ട് ഇവയെ, തന്മാത്രകളെ, കാരണഭൂതങ്ങൾ എന്നും പറയും. സൂക്ഷ്മമായി ഉണ്ടാകയാൽ, ഇതൊക്കെ സൂക്ഷ്മമാണ്. ഇതൊക്കെ എങ്ങനെയാണ് മഹർഷിമാർ, സത്യദർശികൾ കണ്ടെത്തിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അവർ സൂക്ഷ്മദർശികളായതുകൊണ്ട് ഇതിനെയൊക്കെ മനസ്സിലാക്കി ശാസ്ത്രങ്ങളുടെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ സൂക്ഷ്മമായി ഉണ്ടായിരിക്കുന്നത് കൊണ്ട് പല പേരുകൾ പറഞ്ഞ് വിളിക്കുന്നു.
പഞ്ചതന്മാത്ര, പഞ്ചീകൃത ഭൂതങ്ങൾ, സൂക്ഷ്മഭൂതങ്ങൾ, കാരണഭൂതങ്ങൾ, ഇങ്ങനെ പല പേരുകളും പറഞ്ഞു വിളിക്കുന്നു. ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളുടെ ഗുണസഞ്ചയം കൊണ്ട് ഈ പഞ്ചഭൂതങ്ങൾ ചേർന്നതാണ്, ഇവയുടെ സംഘാതമാണ്. ഗുണസഞ്ചയം കൊണ്ട് സൂക്ഷ്മദേഹവും ഉണ്ടായി വന്നു. സൂക്ഷ്മ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ പഞ്ചതന്മാത്രകളാലാണ്, അപഞ്ചീകൃത ഭൂതങ്ങളാലാണ്. സൂക്ഷ്മഭൂതങ്ങൾ അല്ലെങ്കിൽ കാരണഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ സൂക്ഷ്മ ശരീരം. അവ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാവുകയില്ല. ഞാൻ പ്രേതത്തെ കണ്ടു, മരിച്ചുപോയ ആള് എൻ്റെ മുമ്പിൽ വന്നു സംസാരിച്ചു, ഇതെല്ലാം വെറും ഹമ്പഗാണ്, പരമവിഡ്ഢിത്തമാണ്. അതൊക്കെ ഓരോ മനസ്സിന്റെ വിഭ്രമം മാത്രമാണ്. കാരണം സൂക്ഷ്മം ഒരിക്കലും ദൃശ്യമാവുകയില്ല. മരിച്ചയാളെ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അത് അയാളുടെ വെറും ഒരു വിഭ്രമമാണ്. അതിൽ കവിഞ്ഞ് അത് അങ്ങനെ. കാരണം അവർ സൂക്ഷ്മ ശരീരികളാണ്, സൂക്ഷ്മതലത്തിലേക്ക് കടന്നവരാണ് ഈ മരിച്ചുപോയവരെല്ലാവരും. അവ ഒരിക്കലും നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് അവരുടെ ശരീരങ്ങളെ, ആ സൂക്ഷ്മ ശരീരങ്ങളെ ദർശിക്കാനുള്ള കഴിവില്ല. അപ്പൊ സൂക്ഷ്മദേഹ സൃഷ്ടിയെ, സൂക്ഷ്മ ശരീര സൃഷ്ടിയെ ഇങ്ങനെ പറഞ്ഞു. സാരം വായിക്കാം. വായുവിൽ നിന്ന് അഗ്നിയുണ്ടായി, അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി, ജലത്തിൽ നിന്ന് മണ്ണുമുണ്ടായി. മണ്ണെന്ന് പറഞ്ഞാൽ എന്ത്, കല്ലെന്ന് പറഞ്ഞാൽ എന്ത്, ഭൂമി എന്ന് മനസ്സിലാക്കിയാൽ മതി. ഭൂമിയിലുള്ളത് കല്ലും മണ്ണുമാണല്ലോ പ്രധാനമായിട്ടും. അതുകൊണ്ട് പൃഥ്വി എന്നുള്ളതിന് ഭൂമി എന്നാണ് അർത്ഥം. ഇവിടെ മണ്ണുമുണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ ഭൂമി എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇപ്രകാരം പഞ്ചഭൂതങ്ങൾ ഉണ്ടായി എന്നും അറിയുക. പഞ്ചതന്മാത്രയെന്നും പഞ്ചീകൃതമെന്നും സൂക്ഷ്മഭൂതമെന്നും കാരണഭൂതമെന്നും സൂക്ഷ്മമായി ഉണ്ടായത് കൊണ്ട് പല പ്രകാരത്തിൽ അവ അറിയപ്പെടുന്നു. ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളുടെ ഗുണസഞ്ചയം കൊണ്ട്, അവയുടെ കൂടിച്ചേരൽ കൊണ്ട്, ഇന്റർമിക്സ്ചർ, പരസ്പരം ഇവ കൂടിക്കലരുന്നു. അതിനൊക്കെ ഒരു പ്രത്യേക ക്രമമുണ്ട്. അതിനെയാണ് പഞ്ചീകരണം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് അത് പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ ഒരു ചെറിയ കൃതിയുണ്ട്, പഞ്ചീകരണം എന്നാണ് അതിൻ്റെ പേര്. ആ പുസ്തകം വായിച്ചു നോക്കിയാലും എന്താണ് ഈ പഞ്ചീകരണ പ്രക്രിയ എന്നുള്ളത് വ്യക്തമാവും. ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളുടെ ഗുണസഞ്ചയം കൊണ്ട് സൂക്ഷ്മദേഹമുണ്ടായി എന്നും അറിഞ്ഞുകൊള്ളുക. ശരി, ഇനി ഈ സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്? സൂക്ഷ്മമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ സൂക്ഷ്മ ശരീരത്തിൽ, സ്ഥൂല ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം സൂക്ഷ്മഭാവങ്ങൾ ഉണ്ട്. സ്ഥൂല ശരീരം സ്ഥൂലഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഇതുപോലെ സൂക്ഷ്മ ശരീരം സൂക്ഷ്മഭൂതങ്ങളാലും നിർമ്മിതമാണ്. എന്നാലും അതിലെന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ 17 ഘടകങ്ങൾ അതിലുണ്ട്. അതിനെയാണ് ഇനി പറയുന്നത്. പ്രാണാദിവർഗം ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയം മാനസം ബുദ്ധി 17 എല്ലാം കൂടി ഭോഗസാധനമായ സൂക്ഷ്മദേഹവും ഉണ്ടായി. കോശങ്ങൾ 3 സ്വപ്നാവസ്ഥയും ഉണ്ടായി വന്നു. പ്രാണാദിവർഗം, പ്രാണന്മാരുടെ കൂട്ടം. പ്രാണൻ ഒന്നല്ലേ ഉള്ളൂ, ഉയിര്, ജീവൻ എന്ന് നമ്മൾ പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ? ഒന്നല്ല. ആ ശക്തി ഒന്നാണെങ്കിലും അത് 5 തരത്തിലാണ് ശരീരത്തിൽ പ്രകടമാകുന്നത്. അതുകൊണ്ട് അതിനെ പഞ്ചപ്രാണൻ എന്നാണ് പറയുന്നത്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഇതാണ് ആ 5 പ്രാണന്മാരുടെ പേര്. അങ്ങനെ 5 പ്രാണന്മാരും ജ്ഞാനേന്ദ്രിയവും എന്ന് പറഞ്ഞാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളും, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും, കർമ്മേന്ദ്രിയം അതും 5 ഉണ്ട്. കണ്ണ്, കയ്യ്, കാല്, നാവ്, വിസർജനേന്ദ്രിയം, ജനനേന്ദ്രിയം, ഇങ്ങനെ 5 കർമ്മേന്ദ്രിയം. പിന്നെ മാനസം അല്ലെങ്കിൽ മനസ്സ്, അവസാനം ബുദ്ധി. ഇപ്പൊ എത്രയായി? 5ന്റെ 3 കൂട്ടവും മനസ്സും ബുദ്ധിയും. 5ന്റെ 3 കൂട്ടം ഏതാണ്? പഞ്ചപ്രാണന്മാർ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ. 3 15, മനസ്സ് 16, ബുദ്ധി 17. ഇങ്ങനെ 17 ഇവയെല്ലാം കൂടി, ഈ 17 കൂടെ ചേർന്ന് ഭോഗസാധനമായ സൂക്ഷ്മദേഹവും ഉണ്ടായി. ഭോഗത്തിന് നമ്മെ സഹായിക്കുന്ന സൂക്ഷ്മ ശരീരം ഉണ്ടായി. ഭോഗസാധനം എന്ന് പറഞ്ഞാൽ ഭോഗത്തെ സാധിപ്പിച്ചു തരുന്നത്. സുഖാനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഈ സൂക്ഷ്മ ശരീരത്തിലാണ് സംഭവിക്കുന്നത്. സ്ഥൂല ശരീരം വെറും ഒരു ഉപാധി മാത്രമാണ്. ആ സ്ഥൂല ശരീരമാകുന്ന ഉപാധിയിലൂടെ ഈ സൂക്ഷ്മ ശരീരത്തിലാണ് യഥാർത്ഥ സുഖാനുഭവം
ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ സൂക്ഷ്മ ശരീരത്തെ ഭോഗസാധനം എന്ന് പറയുന്നു. പിന്നെ കോശങ്ങൾ മൂന്ന് എന്ന് പറഞ്ഞാൽ ഈ സൂക്ഷ്മ ശരീരത്തിൽ 3 കോശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ്? പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം. ഈ പ്രാണമയ കോശം എന്ന് പറഞ്ഞാൽ അതിൽ 5 പ്രാണന്മാരും പ്രാണന്മാർ നിയന്ത്രിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളും ഇത്രയും ചേർന്നതിനെയാണ് പ്രാണമയ കോശം എന്ന് പറയുന്നത്. ഇനി മനോമയ കോശം എന്ന് പറഞ്ഞാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളും അവയെ നിയന്ത്രിക്കുന്ന മനസ്സും, അത് മനോമയ കോശം. ഇനി വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞാൽ ബുദ്ധിയും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. അപ്പോ ഈ മനോമയ കോശത്തിലും 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, വിജ്ഞാനമയ കോശത്തിലും 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. മനസ്സും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും ചേർത്ത് മനോമയ കോശമെന്നും ബുദ്ധിയെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും ചേർത്ത് വിജ്ഞാനമയ കോശം എന്നും പറയുന്നു. ഇങ്ങനെ പ്രാണമയം, മനോമയം, വിജ്ഞാനമയം ഈ 3 കോശങ്ങളും ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരത്തിലുള്ള അനുഭവമാണ് സ്വപ്നം. എങ്ങനെയാണോ കാരണ ശരീരത്തിലുള്ള അനുഭവത്തെ സുഷുപ്തി അല്ലെങ്കിൽ ഗാഢനിദ്ര എന്ന് പറയുന്നത്, അതുപോലെ സൂക്ഷ്മ ശരീരത്തിൽ ജീവൻ സ്ഥിതി ചെയ്യുമ്പോഴുള്ള അനുഭവമാണ് സ്വപ്നാവസ്ഥ. തമസ ഗുണമായോരപഞ്ചീകൃത ഭൂതം ആകവേ പഞ്ചീകരണം ചെയ്തിട്ടവ കൊണ്ട് സ്ഥൂലദേഹവും ഭുവനങ്ങളും ചതുർവിധ സ്ഥൂലങ്ങളുണ്ടായതിൽ ജാഗ്രമാമവസ്ഥയും. താമസ ഗുണമായോരപഞ്ചീകൃത ഭൂതമാകവേ പഞ്ചീകരണം ചെയ്തിട്ട്. താമസ ഗുണമാണ്, തമോ ഗുണമാണ് അപഞ്ചീകൃത ഭൂത സൃഷ്ടിക്ക് കാരണം, അല്ലെങ്കിൽ തന്മാത്രാ സൃഷ്ടിക്ക് കാരണം. അവ പഞ്ചീകരണം എന്ന പ്രക്രിയയിലൂടെ സ്ഥൂലദേഹം നിർമ്മിക്കപ്പെടുന്നു. അവയെ പരസ്പരം കൂട്ടിക്കലർത്തിയാണ് സ്ഥൂല ശരീരം ഉണ്ടാകുന്നത്. സ്ഥൂലദേഹവും അതുപോലെ ഭുവനങ്ങളും. നമ്മളുടെ 5 ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന ഈ ബാഹ്യപ്രപഞ്ചം, അനന്തകോടി പദാർത്ഥങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ ബാഹ്യപ്രപഞ്ചം സൂക്ഷ്മ തന്മാത്രകൾ പഞ്ചീകരണം എന്ന പ്രക്രിയയ്ക്ക് വിധേയമായി സ്ഥൂലഭൂതങ്ങളായി മാറി ആ സ്ഥൂലഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ സ്ഥൂല ശരീരമാകട്ടെ ബാഹ്യപ്രപഞ്ചമാകട്ടെ സ്ഥൂലദേഹവും ഭുവനങ്ങളും, ഭുവനങ്ങൾ എന്ന് പറഞ്ഞാൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ, അവയും ചതുർവിധ സ്ഥൂലങ്ങൾ ഉണ്ടായതിൽ 4 വിധത്തിലുള്ള സ്ഥൂല ശരീരങ്ങളുണ്ട്. ശരീരങ്ങൾ തന്നെ 4 തരം. അണ്ഡജം, ജരായുജം, സ്വേദജം, ഉദ്ഭിജം. മുട്ടയിൽ നിന്നുണ്ടാകുന്ന ജീവികളുണ്ട്, ഗർഭകോശത്തിൽ ഗർഭപാത്രത്തിൽ നിന്നുണ്ടാകുന്ന ജീവികളുണ്ട്, വിയർപ്പ്, അഴുക്ക് മുതലായ മലിന പദാർത്ഥങ്ങളിൽ നിന്നുണ്ടാകുന്ന ജീവികളുണ്ട്, ഭൂമി പിളർന്ന മുകളിലേക്ക് വളർന്നു പൊന്തുന്ന ചെടി, മരം തുടങ്ങിയവയും ജീവന്മാരാണ്. ഇങ്ങനെ 4 തരം ശരീരങ്ങൾ ഈ പഞ്ചീകൃത ഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെടുന്നു. ഈ സ്ഥൂല ശരീരത്തിൽ ജീവൻ ഇരുന്നു കൊണ്ട് അനുഭവിക്കുമ്പോൾ പ്രപഞ്ച വിഷയങ്ങളെ, ബാഹ്യ പദാർത്ഥങ്ങളെ അനുഭവിക്കുന്ന ആ അവസ്ഥയ്ക്ക് ജാഗ്രത അല്ലെങ്കിൽ ഉണർവ്, ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറയും. സാരം വായിക്കാം. പ്രാണന്മാർ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, ഇങ്ങനെ 15. മനസ്സും ബുദ്ധിയും കൂടി 17 തത്വങ്ങൾ ചേർന്ന് ഭൗതിക നിലയിൽ ഭോഗവസ്തുക്കളായി സൂക്ഷ്മ ശരീരമുണ്ടായി. കോശങ്ങൾ 3 തുടർന്ന് സ്വപ്നാവസ്ഥയും ഉണ്ടായി വന്നു. തമോ ഗുണമായ അവിദ്യയെ 5ആക്കി പഞ്ചഭൂതങ്ങളിലെ ഓരോ സൂക്ഷ്മഭൂതവും ജലഭൂതമാക്കി തീർത്ത് അവയെ കൊണ്ട് സ്ഥൂലദേഹവും ഭുവനങ്ങളും ചമച്ചു. കാരണം ഏത് ജീവനും ശരീരം ഉണ്ടാകണമെങ്കിൽ ജീവൻ എപ്പോഴും രൂപപ്പെടുന്നത് ജലത്തിൽ നിന്ന്. അഗ്നിയിൽ നിന്നോ വായുവിൽ നിന്നോ ആകാശത്തിൽ നിന്നോ നേരിട്ട് ജീവന് പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല. ജലത്തിൽ ജീവൻ ഉണ്ടായി എന്നാണ് ആധുനിക ശാസ്ത്രവും പറയുന്നത്. അപ്പോ മറ്റ് 3 ഭൂതങ്ങളും അവയിൽ നിന്ന് അവസാനത്തെ ഭൂതമായ ഭൂമി എന്ന ഭൂതം ഉണ്ടാകുന്നതിന് മുമ്പ് ജലമുണ്ടായി കഴിയുമ്പോഴാണ് ശരീരങ്ങൾ രൂപപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഓരോ സൂക്ഷ്മഭൂതവും ജലഭൂതമാക്കി തീർത്ത് അവയെ കൊണ്ട് സ്ഥൂലദേഹത്തിൽ
പ്രധാനം പൃഥ്വിയുടെ അംശമാണ്. ഇങ്ങനെ സ്ഥൂല ശരീരത്തെയും ബാഹ്യ വസ്തുക്കളെയും ചമച്ചു ജഗതീശ്വരൻ സൃഷ്ടിച്ചു. ഇതൊന്നും നമ്മുടെ മിടുക്ക് കൊണ്ട് സംഭവിക്കുന്നതല്ല. ഈ പറഞ്ഞത് അത്രയും ഈശ്വരന്റെ സങ്കല്പശക്തി കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. 4 വിധ സ്ഥൂലങ്ങൾ ഉണ്ടായതിൽ എന്ന് പറഞ്ഞാൽ 4 വിധ സ്ഥൂല ശരീരങ്ങളിൽ ജീവൻ സ്ഥിതി ചെയ്യുമ്പോൾ ജാഗ്രത അവസ്ഥയും ഉണ്ടായി എന്നും അറിഞ്ഞുകൊള്ളുക. ഇനി എന്താ? കോശവും അന്നമയം ഇങ്ങനെയുണ്ടായി വന്നീദാശകൾ ജഗത്തുക്കൾ എല്ലാമെന്നറിഞ്ഞാലും ഇങ്ങനെ ദേഹത്രയമുണ്ടായി ശരീരിണാം ഇനിമേൽ ജീവേശ്വര ഭേദത്തെ കേട്ടുകൊള്ളുക. കോശവും അന്നമയം ഇങ്ങനെയുണ്ടായി വന്നിത്. ഇപ്പോഴെന്തായി? 3 ശരീരങ്ങൾ ആദ്യം ഉണ്ടായി. കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾ ഉണ്ടായി. ആ ഓരോ ശരീരത്തിലും ജീവൻ സ്ഥിതി ചെയ്യുമ്പോൾ ഓരോരോ അനുഭവങ്ങൾ. കാരണ ശരീരത്തിൽ സുഷുപ്തി, സൂക്ഷ്മ ശരീരത്തിൽ സ്വപ്നം, സ്ഥൂല ശരീരത്തിൽ ജാഗ്രത അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഉണ്ടായി. പിന്നെ ഈ 3 ശരീരങ്ങളെ തന്നെ 5 കോശങ്ങളായി വിഭജിച്ചു. കാരണ ശരീരത്തെ ആനന്ദമയ കോശമെന്നും സൂക്ഷ്മ ശരീരത്തെ പ്രാണമയം, മനോമയം, വിജ്ഞാനമയം എന്നീ കോശങ്ങളുടെ സംഘാതമായും സ്ഥൂല ശരീരത്തെ അന്നമയ കോശത്തിന്റെ തന്നെ പര്യായമായും ശാസ്ത്രങ്ങൾ വിവരിച്ചു. കോശവും അന്നമയം ഇങ്ങനെ ഉണ്ടായി വന്നത് ആശകൾ ജഗത്തുക്കളെല്ലാം എന്നറിഞ്ഞാലും. ഇവിടെ ആശകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിൽ ഉദിക്കുന്ന ആശകളല്ല. ആശ എന്നുള്ളതിന് സംസ്കൃതത്തിലെ ദിക്ക് എന്ന് അർത്ഥമുണ്ട്. അങ്ങനെ ആശ എന്നുള്ളതിന് ആശ എന്നുള്ള അർത്ഥമുണ്ട്, ആഗ്രഹം, അഭിലാഷം എന്നുള്ള അർത്ഥമുണ്ട്. അല്ലാതെ ആശ എന്നുള്ളതിന് ദിക്കുകൾ എന്നും അർത്ഥമുണ്ട്. അപ്പോ ദിക്കുകൾ എന്ന് പറയുന്നത് ആകാശത്തെയാണ് നമ്മൾ കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, മുകളിൽ, താഴെ എന്നൊക്കെ തിരിക്കുന്നത്. ഇങ്ങനെ ആശകളും ആ ആശകളുടെ ഉള്ളിൽപ്പെടുന്ന ജഗത്തുക്കളെല്ലാം ഇങ്ങനെ ഉണ്ടായി വന്നു എന്നറിഞ്ഞാലും ഇങ്ങനെ ദേഹത്രയമുണ്ടായി ശരീരിണാം. ജീവികൾക്ക് ശരീരമുള്ളവരാണ് ശരീരികൾ. ഈ ശരീരികൾക്ക് ഈ പറഞ്ഞ രീതിയിൽ മേൽ വിവരിച്ച രീതിയിൽ 3 ശരീരങ്ങൾ ഉണ്ടായി. ഇനിമേൽ ജീവേശ്വര ഭേദത്തെ കേട്ടുകൊള്ളുക. ദേഹത്രയങ്ങളെ വിവരിച്ചു. ഇനി ജീവനും ഈശ്വരനും ഇത് രണ്ടാണോ? ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഒന്ന് തന്നെയാണോ? എന്താണ് ഇവർക്ക് തമ്മിലുള്ള ഭേദം? അടിസ്ഥാനപരമായി രണ്ടും ബ്രഹ്മചൈതന്യമാണെങ്കിലും ഉപാധികളെ ആശ്രയിച്ച് ജീവനും ഈശ്വരനും ഭേദമുണ്ട് എന്ന് പറയുന്നു. ആ ഭേദമുള്ളത് കൊണ്ടാണ് സകല ജീവന്മാർക്കും സർവേശ്വരൻ ആരാധ്യനായി തീരുന്നത്. വ്യത്യാസമില്ലെങ്കിൽ അങ്ങനെ പൂജിക്കേണ്ട കാര്യമില്ലല്ലോ. ഭഗവാൻ ജീവന്മാരുടെ നാഥനായിരിക്കുന്നു. പക്ഷേ ഭഗവാന്റെ ഉള്ളിലുള്ള ചൈതന്യവും ജീവന്മാരുടെ ഉള്ളിലുള്ള ചൈതന്യവും ഒരേ ബ്രഹ്മചൈതന്യം തന്നെയാണ്, അഖണ്ഡ ബോധം തന്നെയാണ്. അത് മനസ്സിലാക്കണം. അതാണ് ജ്ഞാനം. ആ ജ്ഞാനത്തിലൂടെയാണ് നമ്മൾ മോക്ഷം നേടുക. അപ്പോ ദേഹത്രയങ്ങളെ വിവരിച്ചതിന് ശേഷം ജീവേശ്വരന്മാരുടെ ഭേദത്തെ ഇനി വിവരിക്കാം, കേട്ടുകൊള്ളൂ എന്നാണ് ആചാര്യൻ പറയുന്നത്. സാരം വായിക്കാം. കോശവും ആശകളും എന്ന് പറഞ്ഞാൽ ദിക്കുകളും തുടർന്ന് ജഗത്തുക്കളെല്ലാം ഉണ്ടായി എന്നറിയുക. ഇപ്രകാരമാണ് 3 ശരീരങ്ങളും ഉണ്ടായത്. ഇനി ശരീരത്തിലൂടെ ജീവന്റെയും ഈശ്വരന്റെയും ഭേദത്തെ വെളിപ്പെടുത്താം. ജീവേശ്വരന്മാരുടെ ഭേദമെന്ത്? അത് ഇനി പറയാം. അത് അടുത്ത ശീർഷകമാണ്. നമ്മളത് അടുത്ത ക്ലാസ്സിൽ വായിക്കും. ഇതിന്റെ താഴെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. കോശങ്ങൾ 5 ഉണ്ട്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നിവയാണ്. ലോകോത്പത്തി ഒരു പരമാണുവിൽ നിന്നാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതിസൂക്ഷ്മമായ ഒന്നിൽ നിന്ന് വേർതിരിഞ്ഞുണ്ടായതാണ് ഈ വിശാലമായ പ്രപഞ്ചം അല്ലെങ്കിൽ ലോകം. എന്തായാലും ഒന്നിൽ നിന്നാണ് പലതുണ്ടായത് എന്ന കാര്യം നാം വ്യക്തമായി ധരിക്കണം. ആദ്യം ഒരു മൂലവസ്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ മഹർഷിമാർ, തത്വജ്ഞാനികൾ, ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മം എന്ന പേര് പറഞ്ഞു വിളിച്ചു. ഈശ്വരൻ എന്ന് വിളിച്ചാലും തെറ്റൊന്നുമില്ല. വേദാന്തം ബ്രഹ്മം എന്നാണ് ആ മൂലവസ്തുവിന് നൽകിയിരിക്കുന്ന പേര്. അപ്പൊ ആ ജീവേശ്വരന്മാരുടെ ഭേദങ്ങളെ നമുക്ക് അടുത്ത ശീർഷകത്തിൽ വായിക്കാം. അത് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ വായിക്കുക. അതിന്റെ പേര് ജീവേശ്വര ഭേദം എന്നാണ്. 25-ാമത്തെ ശീർഷകമാണ്.
24-ാമത്തെ ശീർഷകമായ ദേഹം 3 പ്രകാരം എന്നത് ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ ക്ലാസ്സും ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ജീവേശ്വര ഭേദം എന്ന ശീർഷകം വായിക്കാൻ ശ്രമിക്കാം. മനസ്സിലാക്കേണ്ടതാണ്, ജീവനും ഈശ്വരനും ഏത് തരത്തിൽ ഭേദപ്പെട്ടിരിക്കുന്നു, ഏത് അംശത്തിലാണ് ഇവർ രണ്ടുപേരും ഒന്നായി സ്ഥിതി ചെയ്യുന്നത്, ഇങ്ങനെ ഒന്ന് തന്നെ വേറിട്ട രീതിയിലും ചേർന്നും എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഈ ജീവേശ്വര ഭേദം എന്ന ശീർഷകത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.